പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരരെ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് വലിയ പ്രശ്നങ്ങൾ, പല അഭിപ്രായ ഭിന്നതകളും ഒക്കെ നമ്മുടെ സഭയിൽ, സമൂഹത്തിൽ കടന്നു വരാനിടയായി. ഒരാഴ്ച മുമ്പ് തൊട്ട് നമ്മൾ ഓണത്തിന്റെ ആഘോഷങ്ങളിലൊക്കെ ആയിരുന്നു. ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു സംശയം പല ആൾക്കാരിലും ഉണ്ടായി. സഭയുടെ അധികാരികളിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ളവരുണ്ടായി. സഭയുടെ ആധികാരികമായി ചിലര് സംസാരിച്ചു, ഇതാ നമുക്ക് എല്ലാ ആഘോഷങ്ങളിലും സംബന്ധിക്കാം, അത് ദേവാലയത്തിന്റെ ഉള്ളിൽ മാത്രം നടത്താണ്ടിരുന്നാൽ മതി, ലിറ്റർജിയിൽ പെടുത്താണ്ടിരുന്നാൽ മതി, നമുക്ക് എന്ത് ആഘോഷങ്ങൾ വേണമെങ്കിലും നമ്മൾ സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്ത് പരിപാടികൾ നടത്താം, പക്ഷെ ദേവാലയത്തിന്റെ ഉള്ളിൽ നടത്താൻ പാടില്ല. എന്നാൽ ദേവാലയത്തിന്റെ പുറത്ത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, ദേവാലയത്തിന്റെ പുറത്ത് നമുക്കിതൊക്കെ ആഘോഷിക്കാം എന്ന് പറയുന്ന ചില വൈദികര്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പാടില്ല, വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ അത് ആഘോഷിക്കാനോ അതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല എന്ന് പറയുന്ന അനേകം വ്യക്തികളുമുണ്ട്. നമുക്കതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് വചനം അടിസ്ഥാനമാക്കി നമുക്ക് നോക്കാം. ചിലരുടെ അഭിപ്രായങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ കർത്താവ് തരുന്ന ഒരു സന്ദേശം. പല അഭിപ്രായങ്ങളും പല വ്യക്തികൾക്കും ഉണ്ടാകാം. എന്നാൽ ദൈവവചനം എന്ത് പറയുന്നു? നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ദൈവം എന്താണ് അതിലൂടെ നമ്മളോട് പറയുക? നമ്മുടെ തിരുവചനത്തിൽ, ബൈബിളിലുടനീളം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിളിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി. അതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ കാര്യം പറയാൻ നിങ്ങളോട് കാരണം. അതായത് നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു പ്രഗത്ഭനായ ഒരു വൈദികന് PhDക്കുള്ള ചില സർക്കുലറൊക്കെ എടുത്ത് അതിലിട്ടുകൊണ്ട് വായിക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണാനിടയായി. അതായത് സഭ അനുവദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദേവാലയത്തിന്റെ ഉള്ളിൽ ഓണം ആഘോഷിക്കരുത്, ഇല്ല ലിറ്റർജിയിൽ ഓണം ആഘോഷിക്കാൻ പാടില്ല, ഉള്ളിൽ നമുക്ക് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും, നമ്മുടെ സഭയ്ക്ക് ചേരാത്ത, ദൈവവചനത്തിന് ചേരാത്ത കാര്യങ്ങൾ ദേവാലയത്തിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ദേവാലയത്തിന് പുറത്ത് നമുക്കത് ചെയ്യാം. നമുക്ക് പുറത്ത് എല്ലാവരുമായിട്ടും ഐക്യപ്പെടാം, എല്ലാവരുമായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറാം, എല്ലാവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ആചാരങ്ങൾ നമുക്ക് ചെയ്യാം. അത് ദേവാലയത്തിന്റെ പുറത്ത്. ദേവാലയത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ല. എനിക്കൊരു സംശയം ഇതാണ്, ദേവാലയത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ദേവാലയത്തിന് പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ദേവാലയത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റാത്ത ചില തിന്മകള്, ചില പ്രവൃത്തികള് ഈ ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് എന്താണ്? ദേവാലയം മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉള്ളൊരു സ്ഥലമല്ല, മറിച്ച് ദൈവത്തിന്റെ ആലയ, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ഈ ദൈവം വസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തെറ്റുകളോ കുറ്റങ്ങളോ ഇല്ലെങ്കിൽ മറ്റു ആഘോഷങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ദേവാലയത്തിന് പുറത്ത് നമുക്കതൊക്കെ ചെയ്യാം. കാരണം ദേവാലയത്തിന്റെ പുറത്ത് ദൈവം വസിക്കുന്നില്ലല്ലോ, ദൈവം അവിടെ കാണുന്നില്ല. നമ്മൾ എന്ത് കോപ്രായം കാണിച്ചാലും ദൈവം അവിടെ കാണുന്നില്ലല്ലോ. ഇതാണോ അവരുദ്ദേശിച്ചതിന്റെ അർത്ഥം? ഇല്ല, നമ്മുടെ വീടുകളിൽ ഓണാഘോഷമോ ഇല്ല മറ്റു ആഘോഷങ്ങളോ നടത്തുന്നത് വചനത്തിന് വിരുദ്ധമാണെന്ന് അവർ പറയുകയും ഓണാഘോഷങ്ങളൊക്കെ ദേവാലയത്തിൽ നടത്തുന്നത് തെറ്റാണ്, നമ്മുടെ വീടുകളിൽ നമുക്ക് നടത്താം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ നമുക്ക് നടത്താം, അതിന് തെറ്റില്ല, പക്ഷെ അതൊക്കെ ദേവാലയത്തിന്റെ ഉള്ളിൽ നടത്തരുത്. എന്താണ് ദേവാലയം ഉള്ളിൽ നടത്തുന്നതും നമ്മുടെ കുടുംബത്തിൽ നടത്തുന്നതുമായിട്ടുള്ള വ്യത്യാസം? വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ദൈവാലയം എന്ന് പറയുന്നത് വെറും ഒരു പള്ളി മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഈ ദൈവത്തിന്റെ ആലയമായി സഭാ നേതൃത്വത്തിലുള്ള കുറച്ചു പേര് കാണുന്നത് ഈ പള്ളിയെ മാത്രമാണ്. അപ്പൊ പള്ളിക്കകത്ത് അത് ദേവാലയമാണ്, ദേവാലയത്തിൽ അതൊന്നും പാടില്ല. എന്നാൽ നിങ്ങൾക്ക് പള്ളിക്ക് പുറത്തിറങ്ങി എന്തുമാകാമെന്ന് പറയുമ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ഒന്ന് ഓർത്ത് നോക്കുക, പള്ളിയല്ല ദേവാലയം. പള്ളി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്.
ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളും, നമ്മുടെ ഹൃദയവും, നമ്മുടെ ശരീരവും, മനസ്സും എല്ലാം. ദൈവം എല്ലായിടത്തും വസിക്കുന്നുണ്ട്. പള്ളിയിൽ മാത്രമല്ല ദൈവം ഇരിക്കുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനൊന്നും കാണാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇല്ല, പള്ളിക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന് കുഴപ്പമില്ല. പള്ളിയുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ, പള്ളിക്ക് പുറത്ത് വേറൊരു കാര്യങ്ങൾ, അങ്ങനെയില്ല. ദൈവവചനം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉള്ളിലും പള്ളിയുടെ പുറത്തും ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരുപോലെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക എന്നാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ഓരോ സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല അവിടെ നമ്മളെ പഠിപ്പിക്കുക. നാം മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് 1-2 വചനങ്ങളിലൂടെ കടന്നു പോകാം. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങള്. വചനം ഇപ്രകാരമാണ് പറയുക: നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അപ്പൊ ആദ്യ വചനഭാഗം ഇതാണ് പറയുന്നത്, നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യും. നമ്മൾ ഇതാരും ചെയ്യുന്നില്ല. എല്ലാവരും പറയുന്നത് നമ്മൾ അവരെ ആരാധിക്കുന്നൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളുടെ പിന്നിലുള്ള ചരിത്രത്തെ നമ്മൾ ആരാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. നമുക്കിങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു വചനം നമ്മൾ എല്ലാവരും അനുസരിക്കുന്നുണ്ട്. ഇത് അതിന്റെ തൊട്ട് അടുത്ത ഭാഗം പറയുന്നു, അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. വചനം പറയാണ്, അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അതായത് അവരുടെ ദേവന്മാർക്കും ദൈവമാർക്കും ചെയ്യുന്ന ചില പ്രവർത്തികള്, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങള്, അവരുടെ ആ ഒരു കൾച്ചറ്, അങ്ങനെയുള്ള കാര്യങ്ങള് ദൈവം പറയാണ് ഇസ്രായേൽ ജനത്തോട്, നിങ്ങൾ അതൊന്നും ആചരിക്കരുത്. അവരുടെ ആചാരങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കണം. അല്ലെങ്കിൽ ആ ആചാരങ്ങൾ നിങ്ങൾ കടമെടുത്ത് നിങ്ങളുടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അതും നല്ലതാണ് ഇതും നല്ലതാണെന്നുള്ള രീതിയിൽ ആ ആചാരങ്ങൾ നിങ്ങൾ നടത്തരുത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഒരാഴ്ച കൊണ്ട് എത്രയോ ദേവാലയത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഭവനങ്ങളില്, വ്യക്തികളുടെ ജീവിതത്തില് ഈ ആചാരങ്ങള്, അന്യമായ ആചാരങ്ങളില്, വിജാതിയരുടെ ആചാരങ്ങൾ നമ്മൾ എത്രയോ ആൾക്കാര് ഈ ദിവസങ്ങൾ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി എത്ര പേര് ഈ ആചാരങ്ങളിൽ പെട്ട്, അത് ദേശീയ ഉത്സവമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദേശീയ ഉത്സവം 1960 ശേഷമാണ് ഇതൊരു ദേശീയ ഉത്സവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നത്. അതിനു മുൻപ് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ അവർ ഓണം ആഘോഷിച്ചു ഇല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ ചെയ്തു എന്ന് ദേവാലയത്തിൽ അറിഞ്ഞെന്നാല് ആ ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കുമായിരുന്നു, മഹ്റം ചെല്ലുമായിരുന്നു, ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കുമായിരുന്നു, അവർക്ക് കൂദാശകളെല്ലാം വിലക്കുമായിരുന്നു. നോക്കി, അത്രമാത്രം നല്ലൊരു തലമുറ ആദ്യ കാലഘട്ടത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് കുറെ കഴിയുമ്പോൾ 1960 ശേഷം ഇതൊരു ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കത്തോലിക്കരെല്ലാവരും, ക്രിസ്ത്യാനികളെല്ലാവരും അതിനെ എടുത്തുകൊണ്ട് നടക്കുവാൻ തുടങ്ങി. അത് പള്ളിക്കകത്താക്കി, പള്ളിയുടെ മുറ്റത്താക്കി, മോണ്ടടത്തിലാക്കി, ഇങ്ങനെ എല്ലാം നല്ലതാണ് എന്നുള്ള രീതിയിൽ ആഘോഷമാക്കാൻ തുടങ്ങി. വീണ്ടും പറയാണ്, അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ അവരുടെ ആരാധനാ സ്തംഭങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പൂക്കളമൊക്കെ ഇടുമ്പോൾ അതിന്റെ നടുക്ക് ചില ആരാധന സ്തംഭങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനൊക്കെ അർത്ഥമുള്ളതാ. നമ്മൾ പറയുന്നത് എല്ലാവർക്കും ആഘോഷിക്കാം, ഇത് മറ്റു മതസ്ഥരുടെ അല്ല, ഇത് ക്രിസ്ത്യാനികൾക്കും കൂടെ ഉള്ളതാണെന്ന് നമ്മളെ അത് പറയുള്ളൂ. അവര് പറയത്തില്ല. അത് അവരുടെ സ്വന്തമാണ്, അവരുടെ ആഘോഷത്തിന്റെ, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരാധനാ സ്തംഭങ്ങള് അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുതെന്നാണ് ഈ തിരുവചനത്തിലൂടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഇതാ, ഈ അന്ധമായ വിശ്വാസങ്ങളില്, ആഘോഷങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കാതിരിക്കുകയും അവരുടെ ആചാരങ്ങളിൽ പെടാതിരിക്കുകയും ചെയ്താല്, നീ ദൈവമായ കർത്താവിനെ മാത്രം പൂർണ്ണമായിട്ട് ആരാധിച്ചാല്, വചനം പറയുന്നുണ്ട്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, ഇവിടെ പൂർണ്ണതയോടുകൂടി തന്നെ വേണം ദൈവത്തെ ആരാധിക്കാന്. അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും കുറച്ചൊക്കെ നമ്മൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കുവാനും. ചിലരൊക്കെ പറയുന്നുണ്ട്, കുറച്ചൊക്കെ നമ്മൾ സമൂഹമായിട്ട് ഒത്തുപോകണം. സമൂഹമായിട്ട് ഒത്തുപോകുന്നത് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ പുറകെയല്ല. വളരെ വേദന തോന്നി, ഇങ്ങനെ ഒരു വലിയ ഉന്നതത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു വൈദികനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദേശങ്ങള്
എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിലുള്ള പല ധ്യാന ഗുരുക്കന്മാരും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അവരെ വഴിതെറ്റിക്കുകയാണ്. ഈ പറഞ്ഞ പുരോഹിതനെന്ന് ഓർക്കുന്നത് നല്ലത്. കേരളത്തിൽ ഇത്രയും ആത്മീയത, വിശ്വാസത്തിലേക്ക് ദൈവജനം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 90% പ്രഗത്ഭരായ ധ്യാന ഗുരുക്കന്മാരുടെ ആ സന്ദേശങ്ങളിലൂടെയും ബൈബിൾ പഠിപ്പിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ അവരുടെ കരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിലൂടെയാണ് ഇന്ന് ഈ കേരളത്തിൽ ഇത്രയും ആത്മീയത ഉയർന്നു നിൽക്കുന്നതും നിത്യാരാധന ചാപ്പലുകളിൽ പല സ്ഥലങ്ങളിൽ ഉയർന്നു നിൽക്കുന്നു, വചന ശുശ്രൂഷ വേദികള് പലയിടത്തും ഉയർന്നു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് കിട്ടിയ വിശ്വാസത്തിലാണ് ഇന്ന് ഈ സഭ ഒത്തിരി വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്, ലോകം മുഴുവൻ പന്തലിച്ച് നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നതാണ് ശരി, വചനത്തിൽ അങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊന്നും അത്ര ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അതേപടി സ്വീകരിക്കുവാൻ ഒരു വിശ്വാസി ചിലപ്പോൾ തുനിഞ്ഞെന്ന് വരത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 58-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തില് 13-14 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: സാപത്തിനെ ചവിട്ടിമെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. ദൈവവചനം പറയുകയാണ്, സാപത്തിനെ ചവിട്ടിമെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്ത് എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ദിവസം, അത് പരിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ദിവസമാണ്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഓണത്തിന്റെയൊക്കെ ദിവസങ്ങളിൽ അത് സാപത്ത് ദിവസമാണ്. ഈ ഞായറാഴ്ച തന്നെ പരിശുദ്ധമായ ആ ദിവസത്തെ അശുദ്ധമാക്കി എത്രയോ പേര് നമ്മുടെ സഭയിലുണ്ട്. വചനം പറയുകയാണ്, നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. അതായത് സാപത്ത് ദിവസം നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളതല്ല, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാനുള്ളതല്ല, നിന്റെ ഇഷ്ടങ്ങള് ഇല്ലെങ്കിൽ സഹോദര സ്നേഹത്തില് കൂട്ടായ്മയിൽ ഉള്ള ഒരു ദിവസമല്ല അത്. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ദിവസമല്ല സാപത്ത് ദിവസം. സാപത്ത് ദിവസം കർത്താവിന് വേണ്ടി മാത്രമുള്ള ദിവസം. ബാക്കി 6 ദിവസമുണ്ട് നിന്റെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാൻ, അല്ലെങ്കിൽ നിന്റെ സമൂഹത്തിൽ പ്രവർത്തിക്കുവാന്, അല്ലെങ്കിൽ നിന്റെ സാമൂഹികപരമായിട്ട് നിന്റെ ജീവിത ശൈലികളിൽ ഇടപെടുവാന്, നിന്റെ സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റുവാന് ബാക്കി 6 ദിവസങ്ങളുണ്ട് ദൈവം തന്നിട്ടുണ്ട്. ഇതാ 7-ാം ദിവസം സാപത്ത് ദിവസം, അതിനെ നീ ചവിട്ടി മെതിക്കരുത്, അത് കർത്താവിന്റെ ദിവസമാണെന്ന് വചനം പറയുന്നു. വീണ്ടും പറയാണ്, നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. വീണ്ടും പറയുന്നു, നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. നോക്കി, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും, നിന്റെ ഇഷ്ടത്തിന് നടക്കേണ്ട ദിവസമല്ല സാപത്ത് ദിവസം. അല്ലെങ്കിൽ നിനക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് പോകേണ്ട ദിവസമല്ല. നിനക്ക് തോന്നുന്നതെല്ലാം കാണുവാനും സിനിമ കാണുവാനും യാത്ര ചെയ്യുവാനും അല്ലെങ്കിൽ തുണി അലക്കുവാനും ഇല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമല്ല സാപത്ത് ദിവസം. നിന്റെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ട ദിവസമല്ല സാപത്ത് ദിവസം. വീണ്ടും പറയാണ്, നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെ, തെറ്റായിട്ടുള്ള വ്യർത്ഥമായിട്ടുള്ള സംഭാഷണങ്ങൾ, വ്യർത്ഥമായിട്ടുള്ള അന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെയും നീ ജീവിക്കേണ്ട ദിവസമാണ് സാപത്ത് ദിവസം. ഈ സാപത്ത് ദിവസത്തെ ആണ് നമ്മള് ഈ കത്തോലിക്കര്, ക്രിസ്ത്യാനികള് മലിനമാക്കി ചവിട്ടി അരച്ചുകൊണ്ട് കർത്താവിനെ പുറം കാലുകൊണ്ട് തൊഴിച്ച് ദൂരെ എറിഞ്ഞ് അവിടെ വിഗ്രഹാരാധന നടത്തിയത്. അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളിലൂടെ ദുരാചാരങ്ങള് ദേവാലയ പരിസരത്തും ആഘോഷങ്ങളിലൂടെയും കളികളിലൂടെയും പൂക്കളം ഇടുന്നതിലൂടെയും ഈ സാപത്തിനെ വ്യർത്ഥമായ ഭാഷണത്തിലൂടെ, വ്യർത്ഥമായ കാര്യങ്ങളിലൂടെ സാപത്തിനെ അശുദ്ധമാക്കിയത് വലിയ തിന്മ, കർത്താവിനെതിരായിട്ടുള്ള. നമുക്കറിയാം, മോശയ്ക്ക് ദൈവം കൊടുത്ത 3 കൽപ്പനകൾ ഒരു കൽപ്പനകത്തിലും മറ്റ് 7 കൽപ്പനകൾ വേറൊരു കൽപ്പനകത്തിലും കൊടുത്തത്. ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ്. ഏറ്റവും പരമപ്രധാനമായ കൽപ്പന ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും പരമപ്രധാനമാണ്. അവിടെ നിനക്ക് തെറ്റുപറ്റിയാൽ നിനക്ക് തിരുത്താൻ സാധിക്കില്ല. സഹോദരങ്ങളുമായിട്ടുള്ള 4 മുതലുള്ള കൽപ്പനകളിൽ തെറ്റുപറ്റിയാൽ നിനക്ക് കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കാം, കർത്താവെ തെറ്റുപറ്റി. പക്ഷെ നീ ദൈവത്തിനെതിരെ നീ പാപം ചെയ്യുമ്പോൾ നീ ആരോട് ഏറ്റുപറയും? ദൈവത്തിനെതിരെ നീ തിന്മ ചെയ്യുമ്പോൾ, കർത്താവിനെതിരെ നീ നിലകൊള്ളുമ്പോൾ, ദൈവത്തിന്റെ നാമം വെറുതെ ഉപയോഗിക്കുമ്പോൾ 3 കൽപ്പനകളും നീ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ തെറ്റിച്ചു. 3 കൽപ്പനകളും. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്.
അത് നീ തെറ്റിച്ചു. അന്ധവിശ്വാസങ്ങളുടെ പുറകെ അതും ശരിയാണ് ഇതും ശരിയാണ്, അതും ദൈവമാണ് ഇതും ദൈവമാണ്, അതും ശരിയാണ് ഇതും ശരിയാണെന്നുള്ള രീതിയിൽ നീ ജീവിച്ചു. രണ്ടാമത്തെ, കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. ആ ദിവസം ദൈവത്തിന്റെ നാമത്തെ ഭക്തിപരമായിട്ട് കാണേണ്ടതിന് പകരം അതിന് മറ്റൊരു നാമം നിന്റെ നാവിൽ വന്നെങ്കിൽ അത് കർത്താവിന്റെ നാമത്തെ അശുദ്ധമാക്കുന്നതിന് തുല്യ. അടുത്തത് സാബത്ത്, മൂന്നാമത്തെ പ്രമാണം. സാബത്തിനെ നീ അശുദ്ധമാക്കി. കർത്താവിന്റെ ദിവസത്തെ വ്യർത്ഥ ഭാഷണങ്ങളിലൂടെയും അന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും നീ അശുദ്ധമാക്കി കളഞ്ഞു. ഒരേ ദിവസം തന്നെ നീ 3 കൽപ്പനകളാണ് നീ ലംഘിച്ചത്. എന്നിട്ട് പറയുകയാണ്, അതിനെ ആദരിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. നോക്ക്, എന്തൊക്കെയാണ് നിനക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും. നിന്റെ കുടുംബം ആനന്ദം കൊണ്ട് നിന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും. നീ ചെല്ലുന്ന സ്ഥലത്തെല്ലാം നിനക്ക് സന്തോഷിക്കുവാന്, നിന്റെ വേദനകളിൽ നിനക്ക് സന്തോഷിക്കുവാൻ നിനക്ക് സാധിക്കും. അതാണ് ആനന്ദം പരിശുദ്ധ അമ്മയിൽ ഉണ്ടായത്. എത്രമാത്രം വേദന നമ്മുടെ ജീവിതത്തിൽ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിലൂടെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. കർത്താവിന്റെ വചനത്തെ ഓർത്ത് സന്തോഷിക്കാൻ പറ്റും. ഇതാണ് ആനന്ദം. ഈ ആനന്ദം കർത്താവ് നിനക്ക് നൽകും. വീണ്ടും പറയുന്നുണ്ട്, ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ ജീവിതത്തിലെ ഉന്നത മേഖലകളിലൂടെ നിനക്ക് നീ ചിന്തിച്ചാൽ പോലും നിനക്ക് അനുഗ്രഹം കിട്ടുകയില്ല, നിനക്ക് ഇവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റുകയില്ല, ഇല്ല നിനക്കിത് സാധിക്കില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും കർത്താവ് നിനക്ക് നൽകും. മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല മേഖലകളിലും ദൈവം നിന്നെ കൊണ്ടുപോകും. കാരണം ദൈവമാണ് നിന്നെ പരിപാലിക്കുക. ദൈവത്തിന് നീ സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവം നിന്നെ എല്ലാ മേഖലകളിലും നിന്നെ ഉയരങ്ങളിലേക്ക് ദൈവം നയിക്കും. വീണ്ടും പറയുകയാണ്, നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. എന്താണ് യാക്കോബിന്റെ ഓഹരി? യാക്കോബ്, ഇസ്രായേലിന്റെ ഓഹരി എന്താ? മരുഭൂമിയിലൂടെ വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ അവർക്കൊന്നിനും ഒരു കുറവും ഉണ്ടായില്ല. അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു തീർന്നില്ല. അവർ ഇട്ടിരുന്ന വസ്ത്രം അവർ മോശമായി പോയില്ല. ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് യാതൊരു പഞ്ഞവും ഉണ്ടായില്ല. അവരുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടായിരിക്കില്ല. ഇസ്രായേൽ ജനത്തിനെ കർത്താവ് പരിപാലിച്ചതുപോലെ ഭക്ഷണവും വെള്ളവും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് കൊടുത്തതുപോലെ, ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ യാക്കോബിന്റെ ഓഹരി നിനക്ക് ദൈവം നൽകും. അതായത് നിന്റെ ജീവിതത്തിൽ ഒന്നിനും കർത്താവ് ഒരു കുറവും വരുത്തുകയില്ല. നോക്കിക്കേ, കർത്താവിന്റെ വചനം അനുസരിച്ചാൽ കിട്ടുന്ന കാര്യങ്ങള് നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. അനേകം വചനങ്ങൾ നമ്മുടെ തിരുവചനത്തിലൂടെ പോകുമ്പോൾ ഈ ദുരാചാരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിയാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ കർത്താവ് കൃത്യം എണ്ണമിട്ട് പറയുന്നുണ്ട്. ഇനി ഈ ദുരാചാരങ്ങൾ നീ അനുഷ്ഠിച്ചാലോ, ഈ ദുരാചാരങ്ങൾ നീ പെട്ടുപോയാലോ, ഇതിന്റെ എല്ലാം നേരെ തിരിച്ചുള്ള കാര്യമായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. വലിയ ദുരന്തങ്ങളായിരിക്കും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനം, 5-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിന്റെ 11-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, പ്രത്യേക സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. അതായത് സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവനാണെങ്കിൽ പോലും, സഹോദരൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നത്, സഹോദരൻ എന്ന് പറയുന്നത് ദൈവ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് സഹോദരൻ എന്ന് പറയുക. ഈശോ തന്റെ അമ്മയും ശിഷ്യന്മാരും തന്റെ സഹോദരങ്ങൾ വന്ന് നിറഞ്ഞപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരനും? അവിടെ കൂടിയിരുന്നവരെ നോക്കിയിട്ട് ഇവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ദൈവഹിതം നിർവഹിക്കുന്നവനാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. പരിശുദ്ധ അമ്മയും സഹോദരങ്ങളും ശിഷ്യന്മാരും അവിടെ കൂടിയിരുന്നവരും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയവരാ, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരാ. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നു, ഇവരാണ് എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും. സഹോദരൻ എന്ന് പറഞ്ഞാൽ ദൈവ കൽപ്പനകൾ പാലിക്കുന്നവര്. എന്നിട്ട് ഇവിടെ വചനം പറയാണ്, ഈ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ പോലും അസന്മാർഗിയോ വിഗ്രഹാരാധകനോ ഒക്കെയാണെന്ന് കണ്ടാല് അവന് ഒരുമിച്ച് നീ യാതൊരു സമ്പർക്കത്തിനും പോരുത്. അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യരുത്. അത്രമാത്രം ഈ വിഗ്രഹാരാധനയ്ക്കും ഈ തെറ്റായിട്ടുള്ള പ്രവണതകളും ജീവിക്കുന്നവരുമായിട്ടുള്ള ബന്ധം നീ അകന്നു നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മളിവിടെ വേറെ ചെറിയ ആൾക്കാർ പഠിപ്പിക്കുക, സമൂഹത്തില് സഭയിൽ ഉന്നതങ്ങളിലിരിക്കുന്ന ചില ആൾക്കാർ പഠിപ്പിക്കുക, അവരുമായിട്ടുള്ള ആഘോഷങ്ങൾ നമുക്ക് സംബന്ധിക്കാം, അവരുമായിട്ടൊക്കെ ഒരുമിച്ച് പോകാം. ഞാൻ പറയുന്നത് അവരെ വെറുക്കാനല്ല, അവരെ മാറ്റി നിർത്തുവാനല്ല, അവരെ സ്നേഹിക്കണം. വിജാതീയരെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ അവർ യഥാർത്ഥ സത്യ ദൈവത്തെ അവർ തിരിച്ചറിയണം.
അവരെ തള്ളിക്കളയാനല്ല. ക്രിസ്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. സകല മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിൽ അവതരിച്ചത്. അതുകൊണ്ട് നമ്മള് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല ഈശോ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: കർത്താവിന്റെ വചനം വിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കില്ല. എന്നാൽ ആ വ്യക്തികള് മറ്റുള്ള വിജാതിയരോട് ഇടപെടുന്നതിന് കർത്താവ് ഒരു പരിധി വെച്ചിട്ടുണ്ട്. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാന്, ഇല്ലെങ്കിൽ നിന്റെ സാക്ഷ്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നിനക്ക് സാധിക്കും. അല്ലാണ്ട് അവരുടെ കൂടെ കമ്പനി കൂടി അവരുടെ ആഘോഷങ്ങളെ സംബന്ധിച്ചെന്നാൽ ദൈവത്തിന്റെ ശാപം നിന്റെ മേലുണ്ടാകും, യാതൊരു സംശയവുമില്ല. പഴയ നിയമത്തിലൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മക്കബായരുടെ 1-ാമത്തെ പുസ്തകത്തില് 1-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രാജാവ്, ആ രാജ്യത്തിന്റെ രാജാവായിരുന്നു. ആ രാജാവ് ഇസ്രായേൽ ജനത്തിന് ഒരു ഇളവ് ചെയ്തു കൊടുത്തു. അതായത് എല്ലാ വിജാതീയ ദേവന്മാരെയും അവരുടെ ആചാരങ്ങൾ, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പൊ കുറെ ആൾക്കാർ വന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവ് നല്ല നല്ല ആചാരങ്ങളാണ് ഈ സമൂഹത്തില്, നമുക്ക് അതൊന്നും നടത്താൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇസ്രായേൽ ജനമായിട്ട്, ഇല്ലെങ്കിൽ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നോക്കി അവരെത്രയോ നല്ല ആഘോഷങ്ങളാണ് നടത്തുന്നത്. അവര് നല്ല വർണ്ണാഭമായ ഡ്രസ്സൊക്കെ ഇട്ട് എന്തെല്ലാം നല്ല ആഘോഷങ്ങളാണ്. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരുടെ ദൈവത്തെ ആരാധിക്കണ്ട, മറിച്ച് നമുക്ക് ഇവരുടെ ആഘോഷങ്ങളിലൊക്കെ സംബന്ധിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് പറഞ്ഞു, ശരി, നമുക്ക് ഈ ആഘോഷങ്ങളിൽ നിങ്ങൾ സംബന്ധിച്ചോ ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അവരുടെ ദേവനെ ഒന്നും ആരാധിക്കാൻ പോയേക്കരുത്. നിങ്ങൾ അവരുടെ ആഘോഷങ്ങളിൽ സംബന്ധിച്ചു ദേവനെ ആരാധിക്കാൻ പോകണ്ട. അപ്പൊ അങ്ങനെ ഒരു അനുവാദം കൊടുത്തു. അതിനുശേഷം ഇവര് വിജാതീയ ആഘോഷങ്ങളിൽ സംബന്ധിച്ചു. അവസാനം വിഗ്രഹാരാധനയിലേക്ക് ഈ ദൈവത്തിന്റെ സ്വന്തം ജനം കടന്നുപോയി. ഇങ്ങനെ അനുവദിച്ച ആ രാജാവിന്റെ അന്ത്യം നിങ്ങൾ ആ അധ്യായം വായിച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. രഥം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ രഥത്തിൽ നിന്ന് വീണ് വയറ് പൊട്ടി വളരെ ദുർമരണപ്പെട്ടാണ് ആ വ്യക്തി, ആ രാജാവ് മരിക്കുന്നത്. ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി ആര് ചെയ്താലും ദൈവത്തിന്റെ കോപം അവരുടെ മേലുണ്ടാകും. ദൈവകൽപ്പന ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ കോപം വന്ന് പതിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ എന്ന് പറഞ്ഞാൽ വിജാതീയ സമൂഹമായിട്ട് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന പല ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും സംബന്ധിച്ചിരിക്കുന്ന ജനങ്ങളുമായിട്ട് നിങ്ങൾ ഇടപെടുകയല്ല, അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നവനോ ഇല്ലെങ്കിൽ ദൈവവചനം നിങ്ങളുടെ സാക്ഷി അവരോട് പറയുന്നതിനൊന്നും കുഴപ്പമില്ല. അവരെ സ്നേഹിക്കണം. അതാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അവർ നമ്മുടെ ശത്രുക്കളല്ല, വിജാതീയർ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ മിത്രങ്ങൾ തന്നെയാണ്. അവരുടെ അറിവില്ലായ്മയുടെ കാലഘട്ടം കൊണ്ട് അവർ ചെയ്യുന്ന ചില വിശ്വാസത്തിലൂടെ അവർ പോകുന്നു. അവർക്ക് യഥാർത്ഥ ക്രിസ്തുവിനെ അവർ അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കുക എന്നുള്ള ഓരോ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്തം. എന്നിട്ട് ദൈവം പറയുകയാണ്, അവരുടെ കൂടെ ഇടപഴകരുത്. നിങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും കൊടുത്തുകൊണ്ട് അവരും ഞങ്ങളും എല്ലാം ഒരുപോലെയാണ്, എല്ലാ മതവും ഒരുപോലെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സ്നേഹിച്ചാൽ മതി, സ്നേഹിക്കുന്നവൻ ദൈവത്തെ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുമായിട്ട് നിങ്ങൾ ഇടപഴകി അവരുമായിട്ട് വിവാഹം ചെയ്യുകയോ ചെയ്യിക്കുകയോ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത്. വിവാഹ ഇടപാടുകളെ കുറിച്ചാണ് പറയുക. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആ സമൂഹം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ കല്യാണമൊക്കെ നടത്തിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ആഘോഷങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത് അവരുടെ കൂടെ നിങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ച് ഇവിടെ അടുത്ത ഭാഗങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതുവരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളുമായിരിക്കും. അതായത് നിങ്ങൾ അവരുമായിട്ട് ഇടപഴകിയൊക്കെ ജീവിച്ചോ, ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിച്ചാൽ
അവരിലൂടെ തന്നെ നിങ്ങളുടെ മുതുകിൽ അടികിട്ടും. അവരിലൂടെ തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ കുത്തുന്ന അവസ്ഥയുണ്ടാകും. അത് അവരിലൂടെ തന്നെ ചാട്ടയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അതായത് അവരിലൂടെ നിങ്ങൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അവരുടെ ആഘോഷങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നടന്ന അവിടുന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അതിനുള്ള പ്രതിഫലം. ദൈവവചനത്തിന് വിരുദ്ധമായി ചെയ്യുന്നതും ദൈവവചനത്തിന് വിരുദ്ധമായി പറയുന്നതും ഒന്നും നമുക്ക് സ്വീകാര്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ആരൊക്കെ പഠിപ്പിച്ചാലും, ദൈവവചനത്തിന് വിരുദ്ധമായി ആരൊക്കെ പഠിപ്പിച്ചാലും അത് സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിക്കില്ല എന്നുള്ള കാര്യം ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ്. അത് ഏതെത്ര ഉന്നതരാണെങ്കിലും ചില ആൾക്കാർ പറയുന്നുണ്ട്, ആ ബ്രദർ പറഞ്ഞു ഇങ്ങനെ ചെയ്താല് ദൈവം അനുഗ്രഹിക്കും, ആ ബ്രദർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ആ ബ്രദർ പറയുന്ന കാര്യങ്ങളുമായിട്ട് വചനം ഒന്ന് ഒത്തുചേർത്ത് വെച്ച് നോക്കി. വചനത്തിൽ എന്താ പറയുന്നത്? ബ്രദർ പറയുന്ന കാര്യവുമായിട്ട് വചനത്തെ ഒന്ന് ചേർത്ത് വെച്ച്, വചനത്തിലുണ്ടോ അദ്ദേഹം പറയുന്നതിന്റെ ഏതെങ്കിലും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങൾ? അല്ലെങ്കിൽ ആ വൈദികൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് കുഴപ്പമില്ല. വൈദികനല്ല, ദൈവവചനം എന്ത് പറയുന്നു? ഇല്ല, ബ്രദറോ വൈദികനോ മെത്രാനോ മാർപ്പാപ്പയോ അല്ല, ദൈവവചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ആര് എന്ത് വിഷയം അവിടെ നിങ്ങളോട് സംസാരിച്ചാലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം തോന്നേണ്ടത് ബൈബിള് മുൻപിൽ വെച്ചുകൊണ്ടായിരിക്കണം. ആ ബൈബിളിൽ കർത്താവ് ഈശോ മിശിഹായി എന്താ നിങ്ങളോട് പറയുന്നത്? ഇപ്പൊ ആഘോഷങ്ങളിൽ, അവരുമായിട്ടുള്ള ആഘോഷങ്ങളിൽ സംബന്ധിക്കാമെന്ന് ഒരു ഉന്നത വ്യക്തി തന്നെ പറഞ്ഞാൽ, സഭയുടെ അധികാരി പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു സ്വവർഗ വിവാഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവാഹങ്ങള് നിങ്ങളുടെ സമൂഹത്തിൽ നടന്നോ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ അനുവദിച്ചെന്നാല് വചനം എന്ത് പറയുന്നു? ഒരു നഗരത്തെ ചുട്ടുചാമ്പലാക്കിയ സംഭവമാണ് സൊദോം ഗൊമോറ നശിപ്പിക്കാൻ അഗ്നി ഇറക്കി കത്തിച്ചു കളയാൻ കാരണമായത് സ്വവർഗ വിവാഹങ്ങളാണ്. സ്വവർഗ ഭോഗങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന ജനത്തെയാണ് അഗ്നി ഇറക്കി ചുട്ടുചാമ്പലാക്കി ദൈവം. ഇന്നിപ്പോ ചില രാജ്യങ്ങളില് സ്വവർഗ വിവാഹങ്ങളിൽ അനുവദിക്കുന്ന ചില അധികാരികള് നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ തിന്മയുടെ അന്ത്യകാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിക്രിസ്തുവിന്റെ വരവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായത്. കർത്താവിന്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് തന്നെ അതിനു മുൻപായിട്ട് ഒരു അന്തിക്രിസ്തു ഈ ഭൂമിയിൽ അവതാരം ചെയ്യും. അത് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. കർത്താവിന്റെ വചനം പറയുന്ന കാര്യമാണ്. ഈ അന്ത്യക്രിസ്തു വരുന്നതിന്റെ ഒരുക്കമായിട്ടാണ് സഭയിൽ ഭിന്നത ഉണ്ടാകുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട് സഭ പിളരാൻ പോകുന്നു, സഭ തകരാൻ പോകുന്നു. ഒരു സഭയും നമ്മുടെ ഈ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ അത് പാറ പോലെ ഉറപ്പുള്ളതാ, അതൊരിക്കലും തകരില്ല. പിന്നെ എന്താ സഭയിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തല്ലുണ്ടാക്കുന്നതെന്ന് ചോദിക്കും. ഇതാ പള്ളികളില് പ്രശ്നം, ദേവാലയത്തിൽ കിടന്ന അടിയാണല്ലോ, കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ലോ. ഒരച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ PhD എടുത്ത ഒത്തിരി അറിവുള്ള അല്ലെങ്കിൽ ഒത്തിരി ഡിഗ്രികളുള്ള ഒരു അച്ഛൻ പറയാണ് ഇത് അവർ ചെയ്യുന്നതല്ല, ആ വൈദികർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, ധ്യാനഗുരുക്കന്മാർ മനുഷ്യരെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളുടെ അച്ഛന്മാര് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണല്ലോ. ഞങ്ങളുടെ അച്ഛന്മാര് ഞങ്ങളെ തല്ലൊന്നുമില്ല. സത്യം വിളിച്ചു പറയുന്നവർ എന്നും സത്യം വിളിച്ചു പറയും. എന്നാൽ ഈ സഭയ്ക്കുള്ളിൽ കയറിയിരിക്കുന്ന പുഴുക്കുത്തുകളാണ് മറ്റു വൈദികരെ കുറ്റപ്പെടുത്തുകയും സഭയിലെ യഥാർത്ഥ വിശ്വാസികളെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. യേശുവിന്റെ 12 ശിഷ്യന്മാരെ കുറിച്ച് നമുക്കറിയാം. ഈശോ 12 പേരെ തെരഞ്ഞെടുത്തു. അതില് ഒരാള് യൂദാസ് ആയിരുന്നു, കർത്താവിനെ ഒറ്റുകൊടുത്ത വ്യക്തി. ഈശോയ്ക്ക് ഈ 3 വർഷം യൂദാസ് ഈശോയുടെ കൂടെ നടന്നിട്ട് അവസാനം ഈ യൂദാസിനെ നേടാന് കർത്താവിന് സാധിച്ചില്ല. കാരണം യൂദാസിൽ പിശാച് കടന്നപ്പോൾ കർത്താവ് ആരെയും ബലമായിട്ട് നീ പോകരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയല്ല. യൂദാസില് പിശാച് പ്രവേശിച്ചപ്പോൾ യൂദാസ് കർത്താവിനെ ഒറ്റുകൊടുത്തു. വെള്ളിക്കാശിന് വേണ്ടി, പണത്തിന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തില് കർത്താവിനെ ഒറ്റുകൊടുക്കുന്ന ചില അധികാരികളുണ്ട്. നമ്മുടെ സഭയിൽ തന്നെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന സഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിൽ തന്നെ കർത്താവിനെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്. അതുപോലെ യൂദാസ് മേടിച്ച 30 വെള്ളിക്കാശ് പോലെ പാവപ്പെട്ട ജനത്തെ പിഴിഞ്ഞെടുക്കുന്ന വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ഒറ്റുകൊടുക്കുന്ന വ്യക്തികളുണ്ട് നമ്മുടെ സഭയിൽ, സമൂഹത്തില്. എന്നിട്ട് അവസാനം ആ യൂദാസിന് എന്ത് സംഭവിച്ചു? അവൻ പോയി തൂങ്ങിച്ചത്തു. അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തില്, സഭയില്. ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും അനുഭവം ഇതായിരിക്കും. അവനെ പിശാച് കൊണ്ട് അവസാനം അവനെ നശിപ്പിക്കും. അതുകൊണ്ട് ഓർത്തോളുക, സഭയിൽ ഭിന്നിപ്പില്ല. സഭ ഉറച്ച പാറയാണ്. സഭയിൽ ചില പുഴുക്കുത്തുകൾ, പിശാച് ഞൊഴഞ്ഞു കയറുന്ന ചില വഴികള്, ചില വ്യക്തികളിലൂടെ കയറുന്നത്. എന്താണ് സഭ? ദൈവവചനം അനുസരിച്ച് ദൈവത്തിന്റെ ആ ഒരു കൂട്ടായ്മയില്, ദൈവരാജ്യത്തിൽ ഒന്നിച്ചു ചേരുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് സഭ. ദൈവരാജ്യത്തിൽ നിൽക്കുന്നവരുടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്ത്
ദൈവകൽപ്പനകൾക്കും ദൈവിക കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതേപോലെ ജീവിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് സഭ. അല്ലാണ്ടിട്ട് ഒരു വലിയ ഉടുപ്പിട്ടെന്ന് കരുതിക്കൊണ്ടോ ഇല്ലെങ്കിൽ കൊന്ത കൈപിടിച്ച് ചൊല്ലിയത് കൊണ്ടോ പള്ളിയിൽ എല്ലാ ദിവസവും പോയി നാക്ക് നീട്ടിക്കൊണ്ടോ അവൻ സഭയിലെ അംഗമാകണമെന്ന് നിർബന്ധമില്ല. അവൻ പിശാചിനും സാധിക്കും ഇതെല്ലാം. അതാണ് യൂദാസിന്റെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുക. യൂദാസിന് പറ്റുന്ന പോലെ തന്നെ ഇന്ന് സഭയിലും ഉണ്ട് കുറെ യൂദാസന്മാര്. അവരെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഈ യൂദാസുമാരെ? നിങ്ങൾ ആ യൂദാസുമാർ ഓരോ കാര്യം പറയുമ്പോൾ, സഭയിലെ ഏതൊരു അധികാരിയാണ് ഒരു കാര്യം പറയുമ്പോൾ ആ വചനം ചേർത്താണ് പറയുന്നെങ്കിൽ, ദൈവവചനവുമായിട്ട് കോട്ട് ചെയ്താണ് പറയുന്നത്, ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അത് ദൈവവചനത്തിന് ചേർന്ന രീതിയിൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും ഇല്ലാത്തതും ബൈബിളിലും ഇല്ലാത്ത കുറെ കാര്യങ്ങള് ഒരു പേപ്പറിൽ അച്ചടിച്ചിറക്കിയിട്ട് ഇതാ നിങ്ങൾ നാളെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയും അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനം, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതായത് ഈ ദൈവവചനത്തില് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വചന പുസ്തകത്തില്, ഈ സുവിശേഷത്തില് ഞങ്ങൾ പ്രസംഗിച്ച ഈ വചനം, അപ്പോസ്തലന്മാർ പറയുകയാണ്, ഈ വചനം നാളെ ഞങ്ങൾ അത് മാറ്റി പറയുക. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റി പറയുന്നത് ഞങ്ങളാണെങ്കിൽ പോലും, ഈ അപ്പോസ്തലന്മാരാണെങ്കിൽ പോലും ദൈവവചനത്തിന് വിരുദ്ധമായി പറഞ്ഞാല് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇതാ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രമാത്രം നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല, കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊരു ദൂതൻ, ഒരു മാലാഖ പോലും ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അത് അനുസരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്ന വ്യക്തി നിങ്ങളുടെ സമൂഹത്തിലുണ്ടെങ്കിൽ, ദൈവവചനത്തിന് വിരുദ്ധമായി പറയുന്ന വ്യക്തി നിങ്ങളുടെ സഭയിലെ സമൂഹത്തിലുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് ദൈവവചനം പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കർത്താവിന്റെ വചനം നമ്മളുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും? ഇന്നത്തെ കാലം നമുക്കറിയാം, വളരെ തിന്മ നിറഞ്ഞ കാലമാണ്. എല്ലായിടത്തും അനീതിയും അക്രമവും സമാധാനമില്ല, സ്വസ്ഥതയില്ലാത്ത ഒരു സമൂഹമാണ് ഇന്നിപ്പോൾ ഈ സമൂഹം. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാം? ഇതിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. നീ ഇപ്പോഴും ദൈവത്തിന്റെ കൂടെയാണോ നിൽക്കുന്നതെങ്കിൽ, നീതിപരമായിട്ട് നീ ജീവിക്കുന്നെങ്കിൽ നീ നീതിപരമായിട്ട് തന്നെ മുൻപോട്ട് പോവുക. വിശുദ്ധനാണെങ്കിൽ നീ വീണ്ടും വിശുദ്ധീകരിച്ച് മുമ്പോട്ട് പോവുക. നീ ഇപ്പൊ സഭയെ കുറ്റം പറഞ്ഞ്, അച്ഛന്മാരെയും കുറ്റം പറഞ്ഞ്, സമൂഹത്തെയും തെറി പറഞ്ഞ്, അനാചാരങ്ങളിൽ പെട്ടുകൊണ്ട് അതും ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുന്ന വ്യക്തിയാണ് നീ, അങ്ങനെ തന്നെ ജീവിച്ചു. നിനക്ക് കിട്ടാനുള്ള ശിക്ഷ അടുത്ത വചനം പറയുന്നുണ്ട്, ഇതാ ഞാൻ വരുന്നു. 12-ാമത്തെ തിരുവചനം വെളിപാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ആ പ്രതിഫലം മനുഷ്യന് കിട്ടിയിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവർക്ക് സ്വർഗം കിട്ടും. ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ദുരാചാരങ്ങളിൽപ്പെട്ട് തെറ്റായിട്ടുള്ള പഠനങ്ങളും എനിക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവത്തില് തെറ്റായി പഠിപ്പിക്കുന്ന സഭയിലെ ഉന്നതർക്കുമുള്ള സ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് നരകമായിരിക്കും. അവർക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിയും, ഉടനെ തന്നെ കിട്ടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ആര് നിങ്ങളോട് എന്ത് പറഞ്ഞാലും, സഭയ്ക്ക് വിരുദ്ധമായിട്ട് വചനത്തിന് വിരുദ്ധമായിട്ട് എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ദൈവവചനത്തിനും സഭയുടെ പ്രബോധനങ്ങൾക്കും വിരുദ്ധമായി സംസാരിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആത്മീയ ഗുരുക്കന്മാര് അതിനുശേഷം ഈ പല അഭിപ്രായങ്ങൾ പിന്നീട് യൂട്യൂബിലൊക്കെ വരാനിടയായി. കണ്ടപ്പോൾ ഒത്തിരി വേദന തോന്നി. വട്ടായലച്ചനെയും മറ്റു വൈദികരെയൊക്കെ ധ്യാന ഗുരുക്കന്മാരെയൊക്കെ അവരൊക്കെ മനുഷ്യനെ വഴിതെറ്റിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുലമ്പുന്ന ചില വ്യക്തികളെ കാണാൻ സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ആത്മീയത, ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തോടുള്ള സ്നേഹവും വളർത്തുന്നവരാണ് ഈ വട്ടായലച്ചന്, പൂർണ്ണത്തിലച്ചന്, സാധനച്ചന്, അതുപോലെ ധ്യാന ഗുരുക്കന്മാര്, വൈദികരായിട്ടുള്ള ശ്രേഷ്ഠന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് അവരുടെ PhD കൊണ്ടല്ല നമ്മളെ പഠിപ്പിക്കുക, പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ടാണ്.
പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ ദൈവവചനം ഉപയോഗിച്ചാണ് അവർ നമ്മളെ പഠിപ്പിക്കുക. ഈ ദൈവവചനത്തിനനുസരിച്ചാണ് നമ്മളെ മുൻപോട്ട് നയിക്കുക. അതുകൊണ്ട് ഓർക്കുക, ദൈവവചനത്തിന് വിരുദ്ധമായതെല്ലാം തെറ്റാണ്. നിങ്ങൾ അനാചാരങ്ങളിൽ ദുരാചാരങ്ങളിൽ പെട്ടു പോകുമ്പോൾ ഓർക്കുക, പിശാച് നിങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദേശങ്ങൾ കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. കാരണം ഇത് അവസാന കാലഘട്ടമാണ്. അന്തിക്രിസ്തുവിന്റെ വരവുണ്ടാകും. യേശുവിന്റെ വരവിന് മുമ്പായിട്ട് അന്തിക്രിസ്തു അനേകം ആളുകളെ വഴിതെറ്റിക്കും. ഈ വഴിതെറ്റുന്നവരുടെ കൂട്ടത്തിലായിരിക്കരുത് നമ്മൾ വഴിതെറ്റാൻ പാടില്ല. നമ്മളെ നയിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരുണ്ട്. നമ്മളെ നയിക്കുന്ന വചനം പറഞ്ഞു തന്നുകൊണ്ട് വചനത്തിന് അടിസ്ഥാനമായി ജീവിക്കുവാൻ പറഞ്ഞിരുന്ന ആത്മീയ ഗുരുക്കന്മാരോട് ചേർന്നുകൊണ്ട് നമുക്കും സഭയെ പടുത്തുയർത്താം. സഭയിലെ പുഴുക്കൊത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ അവഗണിച്ചുകൊണ്ട് അവരൊരിക്കലും വിട്ടുപോകില്ല. സഭയിൽ നിന്ന് സഭയിൽ തന്നെ ഉണ്ടാകും. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ഈ സഭയിലെ പുഴുക്കൊത്തുകൾ ഉണ്ടാകും. നമ്മളത് കണ്ടെന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവരവരുടെ വഴിക്ക് പോകട്ടെ. തിന്മ ചെയ്യുന്നവൻ തിന്മ ചെയ്തു കൊള്ളട്ടെ. വീണ്ടും വീണ്ടും അവന് കിട്ടാനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. എന്നാൽ അതിലേക്ക് നോക്കി നമ്മൾ അസ്വസ്ഥപ്പെട്ടാൽ അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ അവര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവരെത്ര ഉന്നതത്തിൽ ഇരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് എനിക്കും ഇത് ചെയ്യാം. അവരല്ല തീരുമാനിക്കേണ്ടത്, ദൈവവചനമാണ് തീരുമാനിക്കേണ്ടത്. ദൈവവചനം എന്ത് പറയുന്നു അത് പഠിപ്പിക്കുന്നവരുടെ വാക്കുകൾ കേൾക്കുക, ആ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാപമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, അനുഗ്രഹമാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയുകയും ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നിത്യജീവൻ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ നിത്യജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദുരാചാരങ്ങളെ മാറ്റിക്കൊണ്ട് കർത്താവിന്റെ സാപത്തിനെ വിശുദ്ധമായി കണ്ടുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ വിശുദ്ധമായി കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കണ്ടുകൊണ്ട്, പള്ളിക്കകം മാത്രമല്ല വിശുദ്ധം, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശരീരം വിശുദ്ധമാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബം വിശുദ്ധമായിരിക്കണം. നമ്മൾ പോകുന്ന ഈ വഴികൾ വിശുദ്ധരായിരിക്കണം. വിശുദ്ധരായ വ്യക്തി എവിടെ പോയിരുന്നാലും അവിടെ വിശുദ്ധീകരിക്കപ്പെടും. അല്ലാണ്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മാത്രം വിശുദ്ധമായിട്ട് ജീവിക്കുക, മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അശുദ്ധമായിട്ട് ജീവിക്കുക, അത് ദൈവത്തിന്റെ വഴിയല്ല, അത് പിശാചിന്റെ വഴിയാ. രണ്ട് മുഖം പിശാചിന്റെ വഴിയാ. ഒരൊറ്റ മുഖമേ ഉള്ളൂ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. അത് ക്രിസ്തുവിന്റെ മുഖമായിരിക്കണം, ക്രിസ്തുവിന്റെ ജീവിതമായിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തിലൂടി നമുക്ക് മുൻപോട്ട് പോകുവാന്, സഭയോട് ചേർന്ന്, കത്തോലിക്ക സഭയോട് ചേർന്ന് സഭയെ വളർത്തുവാന്, ആത്മീയ പ്രാർത്ഥനയിലും പരിഹാര പ്രവർത്തികളിലും സഭയെ വളർത്തുവാന് സഭ അധികാരികളോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമേൻ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ